മരണമില്ലാത്ത ഓർമ്മകൾക്ക് ഒരാണ്ട് തികയുമ്പോൾ സൈനയും അനീഷും എത്തി. തങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണുന്നതിനായി അവർ ഉറങ്ങുന്നിടത്തേക്ക്. ജൂലൈ 30 മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ഒരു കൂട്ടം മനുഷ്യരെ ഉരുളെടുത്തപ്പോൾ സൈനയ്ക്കും അനീഷിനും നഷ്ടപ്പെട്ടത് അവരുടെ 3 മക്കളെയും അമ്മയെയുമാണ്. പുത്തുമലയിലെ ശ്മശാനത്തിലാണ് ഇവർ 4 പേരെയും സംസ്കരിച്ചത്. ചോക്ലേറ്റുകളും നിറയെ കളിപ്പാട്ട കാറുകളുമായാണ് സയന തന്റെ കുട്ടികളെ കാണാനെത്തിയത്. ശ്മശാനത്തിലെത്തിയാൽ 3.5 വയസ്സുകാരനായ ഇഷാന്റെയും 7.5 വയസ്സുള്ള ധ്യാനിന്റെയും 9 വയസ്സുള്ള നിവേദിന്റെയും അടുത്തുനിന്ന് മാറിയിരിക്കാൻ സയനയ്ക്ക് കഴിയാറേയില്ല. ഈ 3 കുഞ്ഞുങ്ങളുടെയും തൊട്ടടുത്ത് അന്തിയുറങ്ങുന്ന അനീഷിന്റെ അമ്മ രാജമ്മയ്ക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളും സയന അവിടെ എത്തുമ്പോൾ കരുതും. തിരിച്ചറിയപ്പെടാത്ത 2ഇടത്തായി സംസ്കരിച്ച രാജമ്മയുടെ മൃതദേഹം DNA പരിശോധന ഫലം വന്ന ശേഷമാണ് കുട്ടികളുടെ കുഴിമാടത്തിന് സമീപത്തേക്ക് DYFI പ്രവർത്തകർ മാറ്റിയത്. ഇടറുന്ന ശബ്ദമാണ് അനീഷിനും സയനയ്ക്കും ഇപ്പോഴും. എനിക്ക് ആദ്യം പറയാനുള്ളത് DYFIനോടാണ് നന്ദി പറയേണ്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന ആ സമയം മുതൽ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ DYFI ഉണ്ടായിരുന്നു. മറ്റ് സംഘടനകളും ഉണ്ടായിരുന്നു, പക്ഷേ എന്നിരുന്നാലും DYFI എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിനെ പോലെ, കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ എന്നെ കണ്ട് എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മേൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും ചാനലിൽ വാർത്ത കണ്ടിട്ട് പിന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന്, എല്ലാ കാര്യങ്ങളും എന്നെ പെട്ടെന്ന് ചെയ്തു തന്നു. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല, അവരോട് വന്ന് എല്ലാ കാര്യങ്ങളും നമ്മളറിയാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അതേപോലെ തന്നെ നമുക്ക് കിട്ടേണ്ട ഈ സർക്കാരിൻ്റെ കാര്യത്തിൽ നിന്ന് വാടകേൻ്റെ കാര്യത്തിലും ആണെങ്കിൽ പോലും വാടക കറക്റ്റായിട്ട് നമുക്ക് കയറുന്നുണ്ട്. ഈ ഡെയിലി 300 രൂപ എന്നുള്ളത് അതും നമ്മളെ ആ മാസം കറക്റ്റ് 1-ാം തീയതി 2-ാം തീയതി ഒരു 5-ാം തീയതിനുള്ളിൽ നമുക്കത് കയറുന്നുണ്ട്. എങ്കിലും അവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളുമായി അതിജീവിക്കുകയാണ്. ആ ഓർമ്മകളിൽ തങ്ങളെ ചേർത്തു പിടിച്ച പ്രിയപ്പെട്ടവരോടൊപ്പം.